ശോഭന, മറിയക്കുട്ടി, ബീന കണ്ണൻ, വൈക്കം വിജയലക്ഷ്മി ഇങ്ങനെ തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സമ്മേളന നഗരിയിൽ സാന്നിധ്യം അറിയിച്ചത് വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകളാണ്. പക്ഷേ ഇവരോട് ആരോടുമില്ലാത്ത ഒരുതരം വിമർശനാത്മക സമീപനമാണ് നടി ശോഭനയോടുണ്ടാകുന്നത്. മോദി പങ്കെടുത്ത വേദിയിൽ പ്രത്യക്ഷപ്പെട്ട ശോഭന മികച്ചൊരു നേതൃത്വത്തിന് കീഴിലാണ് നമ്മളെന്ന് പറഞ്ഞ പ്രസ്താവനയോടെ അവരെ സംഖ്യയാക്കി ചാപ്പകുത്തി സൈബർ ലോകം. ഒന്ന് ചോദിക്കട്ടെ, ശോഭന എന്ന കലാകാരിയെ റദ്ദു ചെയ്യാൻ ആർക്കാണ് ഇത്ര തിടുക്കം? ഒരു മനുഷ്യായുസിന്റെ പരിധിയിൽ നിന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്തവണ്ണം നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആളാണ് ശോഭന. അത് പക്ഷേ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, സിനിമ, നൃത്തം എന്നീ മേഖലകളിൽ തൻ്റെ ഏറ്റവും മികച്ച അഭിനയ കലാപാടവം പ്രയോജനപ്പെടുത്തി മലയാള സിനിമാ രംഗത്തും ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരംഗത്തും ഒട്ടേറെ സംഭാവനകൾ നൽകുകയായിരുന്നു അവർ. എന്തുകൊണ്ട് ഇവിടെ ശോഭന വിമർശിക്കപ്പെടുന്നു? കലാരംഗത്തുള്ളവർ എപ്പോഴും പൊളിറ്റിക്കലി ശരിയായ നിലപാട് സ്വീകരിക്കണമെന്നും അത് തങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതാകണമെന്നും വാശി പിടിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന് ആലോചിക്കണം. രമേഷ് പിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി, സലിംകുമാർ തുടങ്ങിയവർ തങ്ങളുടെ കോൺഗ്രസ് രാഷ്ട്രീയം പരസ്യമായി പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് വേദികളിൽ സജീവമാകുകയും ചെയ്തപ്പോൾ സൈബർ കൂട്ടം അവരെ കടന്നാക്രമിച്ചതും സോഷ്യൽ മീഡിയ ഈ സംഭവത്തോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശോഭനയെ മനസ്സിലാക്കാൻ തനിക്കൊരു പ്രയാസവുമില്ലെന്ന് MJ ശ്രീചിത്രൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അവർ മുഖ്യമന്ത്രിയുടെ കേരളീയത്തിലും പങ്കെടുക്കും, പ്രധാനമന്ത്രിയുടെ സമ്മേളനത്തിലും പങ്കെടുക്കും, ഇനി നാളെ സ്റ്റാലിൻ ഒരു യോഗത്തിന് വിളിച്ചാൽ അതിലും പങ്കെടുക്കും. അവരെ അവരർഹിക്കുന്ന നിലയിൽ ക്ഷണിക്കണം, ആദരിക്കണം. രാഷ്ട്രീയമായി ആഴമില്ലാത്ത പ്രസ്താവനകൾ അവരിൽ നിന്ന് വന്നാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമ്പോൾ സന്തോഷിക്കേണ്ട കാര്യവുമില്ല, സംഘപരിവാറിന് അനുകൂലമാകുമ്പോൾ വല്ലാതങ്ങ് ദേഷ്യപ്പെടേണ്ട കാര്യവുമില്ല. നർത്തകിയായും നടിയായും ശോഭനയോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ബാക്കിയെല്ലാം ഇത്തരം കലാകാരന്മാരുടെ കാര്യത്തിൽ അപ്രസക്തമാണെന്നും ശ്രീചിത്രൻ പറയുന്നു. രാഷ്ട്രീയം പറയുന്നതും വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതും കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലയ്ക്കുള്ള പ്ലാറ്റ്ഫോം കൂടിയാണ്. സമൂഹത്തിനെ നേർവഴിക്ക് നടത്താനും നല്ലതെന്ന് നാം വിശ്വസിക്കുന്ന രാഷ്ട്രീയം മാത്രം പറയാനുമുള്ളതാണ് കലാകാരന്മാർ എന്ന് ധരിക്കുന്നത് ഉചിതമല്ല. മുൻപ് മോദി പങ്കെടുത്ത വേദിയിൽ നടിമാരായ നവ്യ നായരും അപർണ ബാലമുരളിയും അടക്കം പങ്കെടുത്തപ്പോഴും ഇതേ സോഷ്യൽ മീഡിയ അവരെ തേജോവധം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ശോഭന എന്ന കലാകാരിയെ റദ്ദു ചെയ്തു കാണിക്കാൻ തിടുക്കപ്പെടുകയാണ് ഇടതുപക്ഷമെന്നാണ് സംഘപരിവാർ പ്രൊഫൈലുകളുടെ ആക്ഷേപം. ഇനി ശോഭനയല്ല തങ്ങളുടെ ഫേവറേറ്റ് ആക്ട്രസ് എന്നും, ഇനി ശോഭനയല്ല തങ്ങളുടെ ഫേവറേറ്റ് ഡാൻസർ എന്നും, ഇനി ശോഭനയെ പോലെ കാണാനുണ്ടെന്ന് പറയരുതെന്നും തീരുമാനമെടുത്ത മറ്റു ചിലർ കൂടിയുണ്ട് ഫ്രെയിമിൽ. ശോഭനയ്ക്ക് സംഘപരിവാർ ചായ്വുണ്ടെന്ന് പറയുന്ന ഈ സൈബർ ലോകത്തെ ഭരണകർത്താക്കൾ അവർ കേരളത്തിൽ പങ്കെടുത്തപ്പോൾ ശോഭന സഖാവാണെന്ന് പറഞ്ഞതും കണ്ടില്ല. ശോഭന പാട്ട് പാടുകയോ ഡാൻസ് ചെയ്യുകയോ അഭിനയിക്കുകയോ എന്തുമാകട്ടെ, അവരൊരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ നിരുപദ്രവപരമായി 2 വാക്ക് സംസാരിച്ചതോടെ അവരിലെ കലാകാരിയെ താറടിച്ച് കാണിക്കാൻ മലയാളികൾക്ക് എന്തായാലും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല.